ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അജൂസ് വ്ലോഗ്സ്. നമ്മളിപ്പോൾ ഉള്ളത് മലേഷ്യയിലെ ഏറ്റവും പ്രശസ്തമായ ദേശീയ മൃഗശാലയായ സൂനഗാരയിലാണ്. നമ്മൾ ഈ സൂനഗാരയിലേക്കുള്ള ടിക്കറ്റ് എടുക്കാൻ ഉപയോഗിച്ചത് ക്ലൂക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്പാണ്. ക്ലൂക്ക് പോലെ ഒരുപാട് ആപ്പുകൾ ഉണ്ടെങ്കിലും നമുക്ക് കൂടുതൽ അഫോർഡബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് ക്ലൂക്കാണ്. ക്ലൂക്കിലാണെങ്കിൽ കുറെ കോംബോ ഓഫേഴ്സൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. നിങ്ങൾ സൂനിഗാരയുടെ ടിക്കറ്റ് എടുക്കുമ്പോൾ ജയന്റ് പാണ്ട കൂടി എടുത്തോളൂ. അത് രണ്ടും കൂടിയിട്ടുള്ള കോംബോ ആണ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ക്ലൂക്കിൽ നിന്ന് വന്നിട്ടുള്ളൊരു മെസ്സേജ് ഉണ്ടാവും നമ്മുടെ കയ്യിൽ. അതിലൊരു QR കോഡ് ഉണ്ടാവും. അത് കൗണ്ടറിൽ കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ 4 ബാൻഡ്സ് നമുക്ക് കിട്ടും. അത് നമ്മൾ കൈ മുട്ടിക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ സ്കാൻ ചെയ്ത് നമുക്ക് ഉള്ളിലേക്ക് കയറാവുന്നതാണ്. നമുക്ക് അവര് മാപ്പ് കൂടി തന്നിട്ടുണ്ടായിരിക്കും. കാരണം വലിയൊരു ഏരിയ ആണ് ഗൈസ് ഇതെന്ന് പറയുന്നത്. ഒരു 110 ഏക്കറിലാണിത് പരന്നു കിടക്കുന്നത്. ഒരുപാട് മൃഗങ്ങളും പക്ഷികളും ഒക്കെ ആയിട്ട് ഒരു ദിവസം മുഴുവൻ സ്പെൻഡ് ചെയ്യാനുള്ള സ്ഥലമുണ്ട് ഇവിടെ. നിങ്ങൾ കുട്ടികള് പാരന്റ്സ് ഒക്കെ ആയിട്ടാണ് പോകുന്നതെങ്കിൽ വേറൊരു സംഭവം ഇന്നത്തെ ദിവസത്തിൽ നിങ്ങൾ പ്ലാൻ ചെയ്യണ്ട. ഞങ്ങള് രാവിലെ തന്നെ ബാട്ടു കേവിൽ പോയിട്ടുണ്ടായിരുന്നു. ബാട്ടു കേവിൽ പോയ ശേഷം അവിടെ നിന്നാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അവിടെ നിന്ന് ഒരു ഷോർട്ട് ഡ്രൈവേ ഉള്ളൂ. സിറ്റി സെന്ററിൽ നിന്നായാലും നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് ഒരു ഷോർട്ട് ഡ്രൈവേ ഉള്ളൂ. ഒരുപാട് നടക്കാനുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പാരന്റ്സ് മുകളിലേക്ക് കയറിയില്ല എന്ന്. അതിന് കാരണം ഇതായിരുന്നു, സൂനിഗാരയിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് നടക്കാനുണ്ട്, നടന്ന് കാണാനാണ് ഒരുപാട് സ്ഥലങ്ങളുള്ളത്. സോ അതുകൊണ്ടാണ് നമ്മൾ അവിടെ അവരെ ആ സ്റ്റെപ്പൊന്നും കയറാതിരുന്നത്. അത് മാത്രമല്ല, ഇവിടെ നമുക്ക് ഷഫൽ സർവീസുകൾ ഉണ്ട്, അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതും കോംബോ ആയിട്ട് നിങ്ങൾക്ക് ക്ലൂക്ക് വഴി തന്നെ ബുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷെ നമ്മളിത് എടുത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്ഥലവും നമുക്ക് നമ്മുടെ സാവധാനത്തിൽ നമ്മുടെ ഒരു പേസിൽ പോയി എല്ലാം കണ്ട് എൻജോയ് ചെയ്ത് വരാമെന്നൊരു പ്ലാനിലാണ് നമ്മൾ എടുക്കാതിരുന്നത്. ആ നടക്കണം എന്നുള്ളൊരു തീരുമാനം അവർ എടുത്തതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അവരെ സ്റ്റെപ്പ് കയറാതെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇതൊക്കെയാണ് അവിടുത്തെ ഷട്ടിൽ സർവീസുകൾ ഇപ്പോൾ കൊണ്ടിരിക്കുന്നതൊക്കെ. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, 9 മണി മുതൽ 5 മണി വരെയാണ് ഇതിന്റെ ഓപ്പൺ ടൈം ഉള്ളത്. 4 മണി വരെ അവര് പുതിയ അഡ്മിഷനൊക്കെ കൊടുക്കും. പക്ഷെ നിങ്ങൾ ഒരു തുറക്കുന്ന സമയത്ത് രാവിലെ തന്നെ നേരത്തെ വരുവാണെങ്കിൽ നമുക്ക് തിരക്ക് കുറവായിരിക്കും. ടിക്കറ്റ് കൗണ്ടറിലൊക്കെ തിരക്ക് കുറവായിരിക്കും. ഇപ്പോൾ ഓൺലൈൻ ബുക്കിംഗ് സൗകര്യം എടുക്കുവാണെങ്കിൽ അത്ര ബുദ്ധിമുട്ടില്ല ആ കാര്യത്തിൽ. എന്നാലും കുറച്ചും കൂടി നല്ലത് നേരത്തെ വരുന്നതായിരിക്കും. പിന്നെ ഇവിടെ ഷോകളൊക്കെ ഉണ്ട്. സീ ലയന്റെ ഒക്കെ ഷോകൾ നടക്കുന്നുണ്ട്. ആ ഷോസിന്റെ സമയം എന്ന് പറയുന്നത് രാവിലെ 11 മണിയും വൈകുന്നേരം 3 മണിക്ക് റിപ്പീറ്റഡ് ഷോയും ഉണ്ട്. അപ്പൊ നിങ്ങൾ ഒരു 11 മണിക്കുള്ള ഷോയ്ക്ക് ഒരു 10-15 മിനിറ്റ് മുന്നേ അവിടെ ചെന്നിരിക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് പറയാൻ പറ്റില്ല, ചിലപ്പോൾ തിരക്കുള്ള ദിവസമാണെങ്കിൽ സീറ്റ് കിട്ടാനുള്ള സാധ്യത കുറവാണ്. അപ്പൊ നിങ്ങൾ പിന്നെ 3 മണിക്കുള്ളത് വെയിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇവിടെ ഉള്ളത് ജയന്റ് പാണ്ടയുടെ ടിക്കറ്റ് എടുക്കാൻ മറക്കരുത്. അല്ലെങ്കിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് കൗണ്ടറിൽ നിന്ന് സെപ്പറേറ്റ് എടുക്കേണ്ടി വരും. അതിലും ഭേദം ഇതിന്റെ കൂടെ ഒപ്പം എടുക്കുന്നതായിരിക്കും. അപ്പൊ നല്ല റേറ്റിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. നമ്മൾ ഈ ഒരു ടിക്കറ്റിന് രണ്ടും കൂടി കോംബോയ്ക്ക് നമ്മൾ അഡോൾട്സിനാണെങ്കിൽ 64 to 74 റിങ്കറ്റ്സ് ആണ് നമുക്കുള്ളത്. ഡിഫറൻസ് ഡേറ്റിനനുസരിച്ച് വരുന്നതാന്ന് തോന്നുന്നു. ആ ഒരു റേഞ്ചിലാണ് നമുക്ക് ചെലവായിട്ടുള്ളത്. നമ്മുടെ കൂടെ 3 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് സൗജന്യമാണ്. അതുപോലെ തന്നെ ഇതിനകത്തൊരു ചിൽഡ്രൻസ് വേൾഡ് എന്ന് പറഞ്ഞിട്ടൊരു സ്പേസ് കാണാൻ പറ്റും. അവിടെ പോയി കഴിഞ്ഞാൽ മൊയലുകള്, ആടുകള്, അങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് കൊച്ചുങ്ങളെയും കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് അതിനെ ഫീഡ് ചെയ്യാനുള്ള ടൈമൊക്കെ നമുക്ക് കിട്ടും. അതിനൊരു പ്രത്യേക സമയമൊക്കെ ഉണ്ട്. നമ്മളത് അന്വേഷിച്ചില്ല, കാരണം നമ്മുടെ കൂടെ കൊച്ചുങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മളത് അന്വേഷിച്ചിട്ടില്ല. അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞ ആ ഷോ. ഒരുപാട് ആൾക്കാരൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല, കാരണം നമ്മൾ പോയത് ബുധനാഴ്ചയാണ്. തിങ്കൾ മുതൽ വ്യാഴം വരെ നിങ്ങൾ പോവുകയാണെങ്കിൽ അത്രയ്ക്ക് ക്രൗഡഡ് ആയിരിക്കത്തില്ല. ശനി ഞായർ ദിവസങ്ങളിലായിരിക്കും നല്ല തിരക്ക്. ഇത് അവരവിടെ കാണിച്ചു തന്നൊരു ജീവിയാണ് ആ മോളിൽ കാണുന്നത്. അതിന്റെ പേര് ബിയർ കാറ്റ് എന്നാണ്. കാണുമ്പോൾ അതിന്റെ ഫേസ് കാണാൻ ഒരു പൂച്ചേനെ പോലെ ഇരിക്കുന്നുണ്ടായിരുന്നേ. നമുക്ക് ഫസ്റ്റ് കണ്ടപ്പോൾ ഈശ്വരൻ ഇങ്ങനെ തുറന്നു വിട്ടിട്ടുള്ളത്, താഴത്തേക്ക് എങ്ങനെ ചാടി വന്നാലോ എന്നൊക്കെ ഒരു പേടി തോന്നി എനിക്ക് ഇതിന് ആദ്യം കണ്ടപ്പോ. പക്ഷെ അങ്ങനെയൊന്നുമില്ല, കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. പൂച്ചയുടെ മുഖവും അതുപോലെ ഇതിന്റെ ശരീരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കരടിയുടെ ശരീരം പോലെ, കുഞ്ഞൊരു കരടിക്കുട്ടിയുടെ ശരീരം പോലെ പൂച്ചയുടെ മുഖമൊക്കെ ആയിട്ട് കാണാൻ നല്ല ക്യൂട്ടൊക്കെ തന്നെയായിരുന്നു. പിന്നെ അവര് പറഞ്ഞൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു പോപ്കോണിന്റെ സ്മെല്ലാണെന്നുള്ളതാണ്. എനിക്ക് പോപ്കോണിന്റെ സ്മെല്ലൊന്നും അടിച്ചില്ല, പക്ഷെ അതാണെന്നാണ് അവര് പറഞ്ഞത്. അതുപോലെ തന്നെ ഇവര് മാംസാഹാരികളാണ്, പക്ഷെ എന്നാലും കൂടുതൽ ഇവര് കഴിക്കുക ഫ്രൂട്ട്സ് ഒക്കെയാണ്. ഇത് കുറെ നേരം അവിടെ ഇരുന്നട്ടോ. അപ്പൊ ഞാനിത് നമ്മുടെ തൊട്ടടുത്തായതുകൊണ്ട് ഇതിനെയായിരുന്നു കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. എങ്ങാനും താഴത്തോട്ട് ചാടിയാലോ എന്നൊരു ഭയം കൊണ്ട്. പക്ഷെ കാണാൻ നല്ല ക്യൂട്ടായിരുന്നു. അപ്പൊ കുറെ നേരം നമ്മൾ അവിടെ ഇതിനെ കണ്ടു. പിന്നെ ഈ ഫ്രണ്ടിലുള്ള അക്വേറിയത്തിലെ സീ ലയന്റെ പെർഫോമൻസും കൂടി ഉണ്ടായിരുന്നു.
അതും കാണാൻ നല്ല രസമായിരുന്നു. പിന്നെ എനിക്ക് ഇവിടെ വന്നപ്പോൾ തോന്നിയത്, നമ്മളിതുവരെ പോയിട്ടുള്ള മൃഗശാലകളെയൊക്കെ വെച്ചിട്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭയങ്കര ആക്റ്റീവാണ് അവിടുത്തെ എല്ലാ അനിമൽസും. ഞാൻ കരടീനൊന്നും എൻ്റെ ലൈഫിൽ ഇതുവരെ, നമ്മൾ ഇതുവരെ പോയ ഒരു സൂലും കരടി എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കരടി ഒരു മൂലക്കിലിരിപ്പുണ്ടായിരിക്കും. പക്ഷെ ഇവിടുത്തെ കരടികൾ നല്ല ആക്റ്റീവായിരുന്നു. ഞാൻ പരസ്പരമൊക്കെ തല്ലുകൂടിയിട്ടൊക്കെ ഒച്ചയൊക്കെ ഉണ്ടാക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഇവിടുത്തെ കരടികൾക്ക്. അതുപോലെ തന്നെ നല്ല നല്ല എന്താ പറയുക, ഗുണ്ടൂസായിരുന്നു അവരൊക്കെ. നല്ല ബോഡിയൊക്കെ നന്നായി ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. മിക്കതും കാണുമ്പോൾ ഭയങ്കര ക്ഷീണിച്ച് ഒരു ഉഷാറില്ലാണ്ട് അങ്ങനെയൊക്കെ കാണാം. പക്ഷേ ഇവർക്ക് കറക്റ്റായിട്ട് എല്ലാ മൃഗങ്ങളും അങ്ങനെയായിരുന്നു. നല്ല ഹെൽത്തി ആയിട്ടുള്ള അനിമൽസ് ആയിരുന്നു നമ്മൾ അവിടെ കണ്ടതൊക്കെ. നിങ്ങൾ കുട്ടികളെയും കൊണ്ട് പോവുകയാണെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പം ഞങ്ങൾ പാരൻസിൻ്റെ കൂടെ പോയിരുന്നത്, അവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ പോയ സൂകളിലൊന്നും നമ്മൾ ഇത്രയ്ക്കും ഹെൽത്തി ആയിട്ടുള്ള അനിമൽസിനൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് കണ്ടിട്ടില്ല. ഏതെങ്കിലും ഒരാളെങ്കിലും ഒന്ന് ക്ഷീണിച്ചിരിക്കുന്നുണ്ടായിരിക്കും. ഇവിടെ ലയൺ ആയിക്കോട്ടെ, ടൈഗർ ആയിക്കോട്ടെ, എല്ലാം ഭയങ്കര ആക്റ്റീവാണ്, സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്, ഓടി നടക്കുന്നുണ്ട്. അങ്ങനെയായിരുന്നു. നമ്മളത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹലോ ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ ജയന്റ് പാണ്ട കൺസർവേഷൻ സെന്റർ. നമ്മളിത് ക്ലൂക്ക് വഴി ബുക്ക് ചെയ്തപ്പോൾ കോംബോ ആയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ബാനിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ടിക്കറ്റും ഉണ്ട്. അപ്പം നമ്മൾ ജസ്റ്റ് സ്കാൻ ചെയ്ത് ഉള്ളിലേക്ക് കയറുകയാണ് ചെയ്യേണ്ടത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്ഥലത്തിനകത്ത് തന്നെയാണ് ഇതുള്ളത്. ഇവിടെ ഉള്ളത് 2 പാണ്ടകളാണ് നമ്മൾ കണ്ടത്. ഒരാൾ ലെഫ്റ്റ് സൈഡിലും ഒരാൾ റൈറ്റ് സൈഡിലും ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ടെമ്പറേച്ചറിൽ വന്ന ഡിഫറൻസും സംഭവങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. കാരണം ഇവർക്ക് അനുകൂലമായ രീതിയിലാണ് അവിടുത്തെ ടെമ്പറേച്ചറൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. 2 പേരും നല്ല റെസ്റ്റ് എടുക്കുന്ന സമയത്താണ് നമ്മൾ ചെന്നിട്ടുണ്ടായിരുന്നത്. അത്രയ്ക്ക് ആക്റ്റീവ് ആയിരുന്നില്ല. ഒരു ഉച്ച സമയത്തിന് മുമ്പ് രാവിലെ അവർ ഫുഡൊക്കെ കഴിച്ച് ഫീഡിങ് ടൈം കഴിഞ്ഞ നേരത്ത് ചെല്ലുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ആക്റ്റീവായിട്ട് കാണാമായിരുന്നു. എപ്പോഴും ഉച്ചയ്ക്ക് മുമ്പ് ചെല്ലാൻ നോക്കുക. ഇയാളും നല്ല റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന ടൈമായിരുന്നു. അപ്പുറത്തെ ഒരാളുണ്ട്, പുള്ളി നല്ല റെസ്റ്റ് എടുക്കുന്ന സമയത്താണ് നമ്മളിങ്ങോട്ട് ചെന്നത്. ഈ പാണ്ടകൾ 2 പേരെ നമ്മൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എക്സിറ്റിലോട്ട് പോകുമ്പോൾ അവിടെയൊക്കെ ഇവരെ പറ്റിയുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ടായിരുന്നു. അത് അവർക്ക് കൊടുക്കുന്ന ഫുഡ്, അങ്ങനത്തെ കാര്യങ്ങളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അതുപോലെ അവിടെ അവർക്കുള്ള ഫുഡ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു.
നമ്മളിങ്ങനെ കടന്നു പോകുമ്പോൾ പാണ്ടകളുടേതായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതായത് അവർക്ക് കൊടുക്കുന്ന ഫുഡിൻ്റെ കാര്യങ്ങൾ, അതുപോലെ തന്നെ അവരുടെ ചെറുപ്പകാലത്തെ ഫോട്ടോസ്, അവരൊരു ഭ്രൂണമായിരിക്കുന്ന സമയം മുതലുള്ള ഫോട്ടോസ്, അങ്ങനത്തെ കാര്യങ്ങൾ. അതുപോലെ ഇവിടെ 2 പാണ്ടങ്ങളെ നമ്മൾ കണ്ടില്ലേ, അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ ഇവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് അതിനെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ, അതുപോലെ ഒരു കുഞ്ഞു ഹോസ്പിറ്റൽ സംഭവം ഇതിനകത്തുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് തന്നെ കാണാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മൾ കടക്കുന്ന ഒരു സുവനിയർ ഷോപ്പിലോട്ടാണ്. അവിടെയാണ് നമ്മൾ കാണുന്നത് ഒരുപാട് പാണ്ടകളുടെ ഷേപ്പിലുള്ള സുവനിയേഴ്സ്, അതായത് കീ ചെയിൻസ്, കുഞ്ഞു പാണ്ടയുടെ കീ ചെയിൻ ഉണ്ട് കേട്ടോ അവിടെ, അതുപോലെ ക്യാപ്പുകൾ, അങ്ങനെ. അത് കഴിഞ്ഞ് കിടക്കുന്നതാണ് ഒരു റെസ്റ്റോറൻറ്റ്. അതും പാണ്ടാ തീംഡാണ്. അതിൻ്റെ ചെയറൊക്കെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടാണ്. ഇനി ഇവിടെ ഫുഡ് കിട്ടാനായിട്ട് എളുപ്പാട്ടോ. നമ്മൾ ആ മാപ്പിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുഡ് സ്പോട്ട്സ് എല്ലാം കാണാനായിട്ട് പറ്റും. KFC പോലുള്ള ഫുഡൊക്കെ ഇവിടെ കിട്ടും. അതുപോലെ തന്നെ ഇവരുടേതായ ട്രഡീഷണൽ ഫുഡുകൾ കിട്ടും. നല്ലൊരു കോഫി ഉണ്ട് ഇവിടെ, കോൾഡ് കോഫി ഇവിടുത്തെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഗൈസ്.